അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹിമാലയ പുതിയൊരു മോഡലാണ്. ഹിമാലയ സ്ക്രാം 411 എന്ന ഒരു മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇന്ന് നമ്മൾ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. എന്തായാലും നേരെ വീഡിയോയിലൊക്കെ പോകും. നമുക്കെന്തായാലും ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. പതിവ് പോലെ ഇതാണ് ഫ്രണ്ട് ഏരിയ. ഒറ്റ നോട്ടത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്ത് പഴയ ആ ഒരു ഹിമാലയയുടെ ആ ലുക്കിൽ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ ഇവിടെ ഒരു വൈസർ വന്നിട്ടുണ്ട്. പോരാത്തതിന് പഴയ ഒരു ഹിമാലയയിൽ ഹെഡ്ലൈറ്റ് കുറച്ചൊരു മുകളിലേക്ക് ഉയർന്ന രീതിയിലാണ് ഇരിക്കുന്നതെന്നും കൂടിയാണ്. എന്തായാലും നമുക്ക് സ്ക്രാമിന്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരാം. ഇതാണ് ഫ്രണ്ട് ഏരിയ. ഹാലജൻ ബൾബാണ് നോർമലി കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഒരു ബോക്സി ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ആ ഒരു ഇത്രയും മനോഹരമായിട്ട് വണ്ടിയിൽ പോരായ്മയായിട്ട് തോന്നിയിരിക്കുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. ഇൻഡിക്കേറ്ററിൽ ചെറിയൊരു വ്യത്യാസപ്പെടുത്താം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ മൾഗാർഡ് യൂണിറ്റ് നമ്മുടെ പഴയ ഹിമാലയയിൽ ഇങ്ങനത്തെ ഒരു മൾഗാർഡ് യൂണിറ്റേ അല്ല വരുന്നത്, വേറൊരു രീതിയിലാണ്. പിന്നെ വരുന്നത് ടയർ യൂണിറ്റിലാണ്. 100 ഫ്രണ്ടിലെ ടയർ സൈസ് വന്നേക്കണം. നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ള കളറാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു കളറ് നല്ലൊരു ഭംഗിയിലാണ് കേട്ടോ ഇതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് നോക്കാൻ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ക്രാഷ് കാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലൂ ടാങ്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ആക്സസറീസ് ഒക്കെ അഡീഷണൽ ആകട്ടെ, ഇതൊക്കെ നമ്മൾ രണ്ടാമത് മേടിച്ച് ഫിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് കമ്പനിയിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ആയിട്ട് ഹിമാലയൻ എന്നൊരു ബാഡ്ജിങ് ഇതുമേ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിനൊക്കെ കൂടി ഒരു 2 സംതിങ് രൂപ ആകും കേട്ടോ. ഇവിടെയായിട്ട് ഹിമാലയൻ സ്ക്രാം 411 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബ്ലാക്ക് കളർ പിയാനോ ബ്ലാക്ക് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്ലേസിങ് കാര്യങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പഴയ ഒരു സൈലൻസർ ഏരിയ നോർമലി ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഗ്രാബ് റെയിൽ അടിപൊളിയാട്ടാ. വലിയ രീതിയിലുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കാര്യങ്ങളെല്ലാം വിട്ടേക്കണം. ഇവന്മാര് പിന്നെയും വന്ന ഇതാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ. ഇവിടെയായിട്ട് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഇവിടെയായിട്ട് എൻ്റെ മുകളിലായിട്ടൊരു നമ്മളൊരു ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ നമ്പർ പ്ലേറ്റ് നല്ലോണം തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ്. ഡ്രോണ് നോക്കിക്കോണേ, പട്ടി കഴിച്ചിട്ട് പോകുന്ന തോന്നുന്നത്. ഇവിടെ ആയിട്ടൊരു റിഫ്ലക്ടർ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കാൻ സാരി ഗാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വേറൊന്നും അപ്പുറത്ത് വലിയ രീതിക്ക് പറയാൻ മാത്രമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഒരുമാതിരിപ്പെട്ട താരങ്ങളൊക്കെ എല്ലാം ഊരിക്കളയുകയാണ് സാധാരണ ചെയ്തേക്കുന്നത്. ഇവിടെ ആയിട്ടൊരു നമ്മുടെ റേഡിയേറ്റർ ഏരിയ കാണാം. അതൊരു ഒളിപ്പിച്ച് വെച്ചേക്കുമ്പോഴേക്കും അല്ലേ, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എൻജിൻ പ്രൊട്ടക്ടർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്ററും ഹാൻഡിലും കൂടി നോക്കാം. ഇതാണ് മീറ്റർ ഏരിയ. നമുക്ക് ആദ്യം ഒന്ന് ഓണാക്കി നോക്കാം. ഇതൊരു നോർമൽ മീറ്റർ ആട്ടോ. നമ്മുടെ സാധാരണ ഹിമാലയയിലൊക്കെ കാണുന്ന ആ ഒരു നോർമൽ മീറ്ററാണ്. വേറൊരു കാര്യം അധികമായിട്ട് ഒന്നും ഫീച്ചറുകൾ ഇതിനകത്തൊന്നും ആഡ് ആയിട്ടില്ല. ഇവിടെ ആയിട്ട് ന്യൂട്രൽ പോയിന്റ്, ABS, ബാറ്ററിയുടെ കാണിക്കുന്നുണ്ട്. ഫ്യൂൽ കേജ് കാര്യങ്ങളൊക്കെ, ഗിയർ പൊസിഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് വേറൊരു മീറ്റർ കൂടി വരും. അതിനെന്തോ 4000 രൂപ സംതിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡീഷണൽ ഫിറ്റ് ചെയ്യണം. നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്ത കാരണം ഗൂഗിൾ മാപ്പ് നമുക്ക് മൊബൈലിൽ നോക്കി പോകാമല്ലോ. അത് കാരണം അവനത് വേണ്ടെന്ന് വെച്ച് ഇതിന്റെ ഓണർ. അപ്പൊ ഇത്ര ഉള്ളു ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഹാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് പാസ് സ്വിച്ച് പഴയ ഒരു മോഡലിൽ എങ്ങനെയാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ആട്ടോ. പാസ് സ്വിച്ച്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഫോണിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ഒരു ഹോണാണ്. ഇവിടെ ആയിട്ട് എൻജിൻ കീൽ സ്വിച്ച്, ഫോർവേഡ് ഇൻഡിക്കേറ്റർ, സെൽഫ് സ്റ്റാർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 411 cc എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. മാക്സിമം പവർ വരുന്നത് 24.3 PHP ആണ് പവർ വരുന്നത്. അത് 6500 RPM കേട്ടോ. മാക്സിമം ടോർക്ക് വരുന്നത് 4250 RPM 32 Nm ആണ് ടോർക്ക് വരുന്നത്. മൈലേജ് പറയുന്നത് 29 കിലോമീറ്റർ ആണ്. ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലിസ്കോപ്പിക് ആണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് റൈറ്റ് സൈഡിലെ സസ്പെൻഷൻ വരുന്നത് മോണോഷോക്കും വരുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ കർബ് വെയിറ്റ് വരുന്നത് 185 kg ആണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 795 mm. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 mm ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ലെങ്ത് വരുന്നത്
2160 mm. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിന് എന്ത് വിലയാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഈ ഒരു കളറിന് 2,77,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ കളറിന് വരുന്നത്. അതായത് കളർ ചേഞ്ച് ചെയ്യാവുന്നത് അനുസരിച്ചിട്ട് വാഹനത്തിന്റെ വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ. ഇതിന് ഓടിച്ചു വിടാൻ എത്ര വഴി? വീഡിയോ ഒക്കാത്ത ഒന്നാണ് ആവശ്യമില്ലാത്ത പണിയൊക്കെ കാണിക്കുന്നത്. ശിവന് എന്റെ മുന്നിൽ ഡ്രോൺ അവിടെ ഇരിപ്പുണ്ട്. ആ